എനിക്ക് കുറേ നാളായിട്ട് നിന്റെ സ്വഭാവത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ഇവിടെ ആണുങ്ങൾ കയറി ഇറങ്ങുന്നു. കൊള്ളാം. ഇനിയേ നീ ഞാനുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല. നീ അവൻ്റെ കൂടെ പോയി ജീവിച്ചാൽ മതി. പിന്നെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛനെ അമ്മയെ ഞാനിങ്ങ് കാണട്ടെ, അതിന് ശേഷം തീരുമാനിക്കുന്നതേ ഉള്ളൂ. ആരുടെ കാര്യമാണ് ഇത്? അതേക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്, നല്ല രസകരമായിട്ടുള്ളൊരു എപ്പിസോഡാണ്. അങ്ങനെ നമ്മുടെ മനോഹറിനെ തിരക്കിയിട്ട് നമ്മുടെ നിഷ വരികയാണ്. നിഷയെ കാണുമ്പോഴത്തേക്ക് നിഷ ഇങ്ങനെ വരികയാണ്. അങ്ങനെ മനോഹറും അതേസമയം നമ്മുടെ സരയും കൂടി പോവാനായിട്ട് റെഡിയായിട്ട് താഴേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ ഇങ്ങനെ നിഷയെ കാണുകയാണ്. ശരിക്കും നിഷ മനോഹറിനെ കാണുന്നില്ല, സരയും കാണുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനോഹർ ആകെ ഞെട്ടിപ്പോവാണ്. അയ്യോ, ദേ അവൾ മുന്നിൽ വന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇനി കണ്ടു കഴിഞ്ഞാൽ ആകെ എല്ലാം ചളം കുളമാവുമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാനായിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ വയറിൽ പൊത്തിപ്പിടിക്കുകയാണ്. മോളു, എൻ്റെ വയറിന് നല്ല സുഖമില്ല കേട്ടോ. എനിക്ക് എന്തോ വയറ്റിന് നല്ല ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. അത് മനുവേട്ടനല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞത്, നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല ഫുഡാണ് എന്നൊക്കെ. എന്നിട്ടെന്താ പെട്ടെന്ന് വയറുവേദന വരാൻ? മോളു, അത് എന്താണെന്ന് അറിയില്ല. ഭക്ഷണത്തിൻ്റെ രുചിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടേ ഞാൻ കുറേ അങ്ങ് കഴിച്ചു. ഞാനൊരു ടോയ്ലറ്റിൽ പോയിട്ട് ഇപ്പം വരാം, മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയുവിനെ ഒരിടത്താക്കിയിട്ട് നമ്മുടെ മനോഹർ ഒറ്റൊരു ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരനെ എങ്ങോട്ട് ഓടണമെന്നറിയില്ല. പുള്ളിക്കാരനെ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, മറിച്ചും തിരിച്ചും എങ്ങോട്ടെന്നില്ലാതെയൊക്കെ ഓടുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നമ്മുടെ നിഷ വരികയാണ്. നിഷ വന്നിട്ട് റിസപ്ഷനിൽ തിരക്കുകയാണ്. ഇവിടുന്ന് റെസ്റ്റോറൻറ്റിലേക്കുള്ള, അതായത് അവിടെ താഴെയും മുകളിലും ആയിട്ട് ഒരു 2-3 നിലയാണ് കാണിക്കുന്നത്. വലിയൊരു ഹോട്ടലാട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏത് ഭാഗത്തായിട്ടാണെന്ന് ചോദിക്കുമ്പോൾ മേലോട്ട് ചെന്നാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നിഷ മേലോട്ട് വച്ച് പിടിപ്പിക്കുകയാണ്. നമ്മുടെ മനോഹർ ഓടി 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 പണ്ടാറ അടങ്ങിയിട്ട് പുള്ളിക്കാരനാണെങ്കിൽ വാഷ്റൂം തിരക്കി ഓടുകയാണ്. നോക്കുമ്പോൾ ഒരു വാഷ്റൂമിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. വാഷ്റൂം കാണുകയാണ് നമ്മുടെ മനോഹർ. അപ്പോൾ ആ വാഷ്റൂമിനകത്ത് കയറാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആരെയാണ്? നമ്മുടെ നിഷതെ ഇങ്ങനെ നടന്നു വരികയാണ് വാഷ്റൂമിൻ്റെ ഭാഗത്തോട്ട്. അപ്പം തന്നെ പുള്ളിക്കാരൻ ബാക്കിലോട്ട് പോവുകയാണ്. ബാക്കിലോട്ട് പോയിട്ട് പുള്ളി ഒരു മുറിയുടെ ഡോറാണ്. ബാക്കിലോട്ട് പോയി ആ ഡോറിലോട്ട് ഇങ്ങനെ അങ്ങ് ചാരിപ്പോവുകയാണ്. ആ ഡോറിലോട്ട് ചാരുമ്പോഴത്തേക്ക് ആ ഡോറാണെങ്കിൽ ലോക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ മനോഹർ ഇങ്ങനെ അങ്ങ് വീഴുകയാണ്. വീഴുന്നതും അവിടെ ആ റൂമിലുള്ള ആ ഒരു കട്ടിലിൻ്റെ പുറത്തേക്കാണ് നമ്മുടെ മനോഹർ തലയും കുത്തി വീഴുകയാണ്. വീഴുമ്പോൾ പുള്ളിയുടെ ബാക്ക് ഇങ്ങനെ കട്ടിലിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് ഇടിക്കുകയാണ്. അങ്ങനെ മനോഹർ വീഴുന്ന ആ ഒരു സമയത്ത് തന്നെ മനോഹറിൻ്റെ കാല് കയറി തട്ടി ഡോറും അങ്ങ് അടയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നിഷ അവിടെയൊക്കെ കിടന്ന് തപ്പുകയാണ്. അപ്പോൾ നമ്മുടെ സപ്ലയർ ചോദിക്കുകയാണ്, മാഡം ആരെയാണ് തിരക്കുന്നത്, എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിഷ പറയുകയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ നോക്കി വന്നതാണ്, പക്ഷെ പുള്ളിയെ കാണുന്നില്ല എന്ന് പറയുകയാണ് നമ്മുടെ നിഷ. അതിനുശേഷം നിഷ താഴേക്ക് അങ്ങനെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ മനോഹറാണെങ്കിൽ വീഴ്ച ചെയ്യുന്ന പുള്ളിക്കാരൻ തലയൊക്കെ തടവിയിട്ട് മെല്ലെ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു റൂമാണ്. അപ്പോൾ നോക്കുമ്പോൾ ഡോറും ലോക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ മനോഹർ വിചാരിക്കുകയാണ്, ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? നിഷയെ പേടിച്ച് മേലോട്ട് ഓടി കയറുകയും ചെയ്തു. ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ നിഷ ഇനി താഴെ നിൽപ്പുണ്ടോയെന്നും അറിയില്ല, സരയു താഴെ ഉണ്ടും താനും, ഇനിയിപ്പോൾ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുന്നത് ഒരു നൈറ്റ് ഇങ്ങനെ ഹാങ്കറിൽ ഇട്ടിരിക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മനോഹറിന് ഒരു ഐഡിയ വരികയാണ്. പുള്ളി ആ നൈറ്റി എടുത്തങ്ങ് ഇടുകയാണ്. നൈറ്റി എടുത്തിട്ടിട്ട് കണ്ണാടി, അവിടെ ഒരു അലമാരയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തലമുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആ റൂമിൽ താമസിച്ചിരുന്ന പെൺകുട്ടി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. റൂമിനകത്തുള്ള വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
അപ്പോൾ നോക്കുമ്പോൾ റൂമിൽ ഒരു നൈറ്റി ഇട്ട ഒരാൾ തിരിഞ്ഞങ്ങോട്ട് നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ മുടിയില്ലാന്നേ ഉള്ളൂ, നൈറ്റി ഇട്ട ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കുട്ടി വിചാരിക്കുന്നത്, ആ സ്ത്രീ വിചാരിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവിടെ ആ റൂമിൽ ഉള്ളത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് തൻ്റെ ഹസ്ബൻഡ് താൻ വാഷ്റൂമിൽ കയറിയ സമയത്ത് ഏതോ ഒരു സ്ത്രീയെ ആ റൂമിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതായിട്ടാണ് പുള്ളിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരത്തി വിചാരിക്കുന്നത്, വൃത്തികെട്ടവൻ, ഞാൻ വാഷ്റൂമിൽ പോയ സമയത്ത് ഏതോ ഒരുത്തിയെ മുറിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു, ഇങ്ങ് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മനോഹർ ഇങ്ങനെ തിരിയുമ്പോഴത്തേക്കും മനോഹറിനെ കാണുമ്പോൾ പുള്ളിക്കാരത്തി പേടിച്ചു വേണം. പുള്ളിക്കാരത്തി ആ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരൊറ്റ വിളിക്കുകയാണ്. അപ്പോൾ തന്നെ മനോഹർ ഓടി ചെന്നിട്ട് അവരെ വായങ്ങ് ഇങ്ങനെ ലോക്ക് ചെയ്യുകയാണ്, ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്, വായങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യോ വിളിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് മനോഹർ ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിൻ്റെ വാട് ശബ്ദം കേട്ടിട്ട് അവരുടെ ഹസ്ബൻഡ് ഓടി വരികയാണ്. പുള്ളിക്കാരൻ ഓടി വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു ഇങ്ങനെ വായും പൊത്തിപ്പിടിച്ച് മനോഹർ ഇങ്ങനെ അടുത്തിങ്ങനെ ചൊതുങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഹസ്ബൻഡിനാണെങ്കിൽ ഭാര്യയെ ഭയങ്കര ഒടുക്കത്തെ സംശയമെന്ന് വെച്ചാൽ ഒടുക്കത്തെ സംശയം. അപ്പോൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക്, എടീ ഞാനില്ലാതിരുന്ന സമയത്ത് നീ നിൻ്റെ ജാരനെ ഇവിടെ വിളിച്ച് വരുത്തി അല്ലേടി എന്നും പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ആ പെൺകുട്ടി പറയുകയാണ്, അല്ല ഇത് ഇയാളെ എനിക്ക് അറിയില്ല, ഇത് കള്ളനാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹറിനെ തൂക്കിയെടുത്ത് ഭിത്തി ചേർത്ത് കുറേ പൊട്ടിക്കുമ്പോൾ മനോഹർ പറയുന്നത്, അയ്യോ ഞാൻ കള്ളനല്ലേ എന്നിങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ മനോഹർ ആ പുള്ളിക്കാരനെ ചവിട്ടിയെടുത്ത് കട്ടിലെറിയുകയാണ്. എന്നിട്ട് മനോഹർ മുറിവിട്ട് ഇറങ്ങി ഓടുമ്പോഴത്തേക്ക് മനോഹർ ഇറങ്ങി ഓടിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ അയാൾ ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അയാളുടെ വൈഫിൻ്റോട് പറയുകയാണ്, എടി വൃത്തികെട്ടവളെ, ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് നീ ഏതോ ഒരുത്തനെ മുറിയിൽ ഒളിപ്പിച്ചു അല്ലേടി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി, ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അയാളെ ഇറങ്ങി മനോഹറിൻ്റെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ മനോഹർ ഓടടാ ഓട്ടം. അങ്ങനെ മനോഹർ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നിഷ അങ്ങോട്ടേക്ക് പോകുന്നത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ മനോഹർ അവിടെ സ്റ്റെയർ കേസിൻ്റെ അടിയിലോട്ടങ്ങ് സ്റ്റെപ്പിൻ്റെ സ്റ്റെയർ അടിഭാഗത്തോട്ട് ഇങ്ങനെ ഒളിച്ചങ്ങിരിക്കുകയാണ്. മനോഹർ കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ നിഷ ആ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് മനോഹർ അതിൻ്റെ ഇടയിൽ നിന്ന് ഞൂഴ്ന്ന് ഇറങ്ങുകയാണ്, ഇറങ്ങി പോകാനായിട്ട് ഞൂന്ന് വരികയാണ്. നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ആ പുള്ളിക്കാരൻ ആ പെണ്ണുപിള്ളയുടെ ഭർത്താവ് ഇറങ്ങി വരികയാണ്. അങ്ങനെ അയാളെ കണ്ടിട്ട് മനോഹർ പെട്ടെന്ന് വീണ്ടും അതിൻ്റെ അടിയിലോട്ട് കയറി അങ്ങ് പതുങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം മനോഹർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മനോഹർ പെട്ടെന്ന് തന്നെ നോക്കുമ്പോഴത്തേക്ക് അയാൾ അങ്ങ് പോകുന്ന കാണുമ്പോൾ മനോഹർ വീണ്ടും ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ഓടടാ ഓട്ടം. അതേ സമയത്ത് നമ്മുടെ നിഷയാണെങ്കിൽ അങ്ങ് ഇറങ്ങി താഴേക്ക് പോവുകയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ ഇങ്ങനെ മൊബൈൽ നോക്കി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, മൊബൈലിൽ തോണ്ടിയിരിക്കുകയാണ്. അപ്പോൾ സരയു നോക്കുമ്പം നിഷ ഇങ്ങനെ പോകുന്നത് കാണുകയാണ്. പക്ഷേ നിഷയെ സരയുവിനെ അറിയാം. പക്ഷേ സരയു ഒരു വട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല, അറിയാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സരയു നിഷയെ വിളിക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സരയു ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ നിഷ ഇറങ്ങി പോവുകയാണ്. നിഷ ഇറങ്ങി പോകുന്നതിൻ്റെ പിന്നാലെ തന്നെ മനോഹർ എടുത്ത് ചാടി ഓടി നിഷ റോഡിലോട്ട് തന്നെ ഇറങ്ങുകയാണ്. മനോഹർ ഓടി ആ ഒരു റെസ്റ്റോറൻറ്റിനകത്ത് നിന്നും റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ സരയു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മാക്സി ഇട്ട ആൾ റോഡിലോട്ട് ഇറങ്ങി ഓടുന്നത് കാണുകയാണ്. പക്ഷേ സരയു മൊബൈലിലായതുകൊണ്ട് അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ തന്നെ നമ്മുടെ മനോഹർ ആ നൈറ്റി വേഷത്തിൽ റോഡിലേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോഴത്തേക്ക് നേരെ നോക്കുമ്പോൾ നിഷ നിൽക്കുന്നത് സ്കൂട്ടിയുടെ അടുത്ത് വന്നിട്ട് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചിട്ട് നിഷ ഇങ്ങനെ നിൽക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ പക്ഷേ നിഷ മനോഹറിനെ കാണുന്നില്ല. ആ ഒരു തക്കത്തിന് മനോഹർ പെട്ടെന്ന് മാറിക്കളഞ്ഞിട്ട് മനോഹർ ഇത് എങ്ങനെ ഒളിക്കും, എവിടെ ഒളിക്കും, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ പുള്ളിക്കാരൻ ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരാൾ അവിടെ നിൽക്കുകയാണ്. അയാളുടെ ബൈക്കിൻ്റെ മുകളിൽ അയാളുടെ ഹെൽമെറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മനോഹർ വിചാരിക്കുകയാണ്, ഈ ഹെൽമെറ്റ് എടുത്ത് വെക്കാം, അപ്പോൾ മുഖം കാണില്ല ആരും എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്ത് വെക്കുമ്പോഴത്തേക്ക്, എടോ അത് എൻ്റെ ഹെൽമെറ്റാണ്, ഇങ്ങോട്ട് താടോ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഓണർ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ മനോഹർ ആ ഹെൽമെറ്റും വെച്ചിട്ട് ഓടുകയാണ്. പുള്ളിക്കാരൻ പിന്നാലെ ഓടുകയാണ്.
കുറച്ച് നേരം പിന്നാലെ ഓടിയിട്ട് ആ പുള്ളി തിരിച്ചിങ്ങ് അയാളുടെ ബൈക്കിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിനാണ് നമ്മുടെ ബർമുഡ ഇട്ട കക്ഷി, അതായത് നമ്മുടെ സംശയരോഗ്യമായ ഭർത്താവ് പിന്നാലെ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ചോദിക്കണം, എടോ നിങ്ങളിപ്പോൾ ഒരു നൈറ്റി ഇട്ടൊരു പുരുഷനെ കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ ഹെൽമെറ്റിൻ്റെ ഉടമ പറയാണ്, പുരുഷനോ? അതൊരു സ്ത്രീയല്ലേ, നൈറ്റി ഇട്ടൊരു സ്ത്രീ ഓടിപ്പോകുന്നത് കണ്ടല്ലോ. അപ്പോൾ പറയണം, അയ്യോ അത് പുരുഷനല്ല, അതൊരു സ്ത്രീയല്ല, അതൊരു പുരുഷനാണ് എന്ന് പറയണം. അയ്യോ എന്നാൽ എൻ്റെ ഹെൽമെറ്റും എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത്. എന്നാൽ ബാ നമുക്ക് രണ്ടുപേർ കൂടി അയാളെ തേടാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടു കൂട്ടരും കൂടെ പോവുകയാണ്. പോകുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ ഒരു വലിയൊരു നല്ല കനത്തൊരു തൂണാണ്, ആ തൂണിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ മനോഹർ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം എലിയും പൂച്ചയും കളിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ മനോഹറിനെ പിടികൂടുകയാണ്. മനോഹറിനെ പിടികൂടിയ ഉടനെ ഇടി പണ്ടത്തിലൊക്കെ നല്ല ഇടി അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവസാനം മനോഹർ പറയണം, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞിട്ട് മനോഹർ പറയുകയാണ്. അങ്ങനെ ആ ഹെൽമെറ്റ് വലിച്ചൂരി അങ്ങ് എടുക്കുകയാണ്. ഹെൽമെറ്റ് ഊരി എടുക്കുമ്പോഴാണ് മനോഹർ പറയുന്നത്, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവോണേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ സ്ത്രീയുടെ ഭർത്താവ് പറയണേ, എടാ നീ പാവോണ, നീ എൻ്റെ ഭാര്യയുടെ കൂടെ മുറിയിൽ വന്ന് അവളുടെ ജാരനല്ലേടാ എന്നും പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയണം, അയ്യോ അല്ലല്ല, എങ്കിൽ പിന്നെ എന്തിനാണ് താൻ ഈ നൈറ്റി എടുത്തിട്ട് ഓടിയത്? അത് പിന്നെ ഞാൻ കുറച്ച് പേർക്ക് കാശ് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ, ഒരാളെ നിന്ന് കുറച്ച് റോളിന് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആളെ കണ്ടിട്ട് അയാൾ എന്നെ പിടികൂടുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഈ നൈറ്റി എടുത്തിട്ടത്. അപ്പോൾ മറ്റേ ആൾ ചോദിക്കണേ, എങ്കിൽ പിന്നെ എന്തിനടാ കള്ള നീ എൻ്റെ ഹെൽമെറ്റ് അടിച്ച് മാറ്റിയത് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയുകയാണ്, ഹെൽമെറ്റ് അടിച്ച് മാറ്റിയതേ അത് അടിച്ച് മാറ്റിയതല്ല, അത് തൽക്കാലം എൻ്റെ ഒരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്, അതായത് എൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എടുത്ത് വച്ചെന്നേ ഉള്ളൂ, ഇതേ അങ്ങ് തന്നേ കിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. മനോഹർ പറയുകയാണ്. അപ്പോൾ പറയണം, ഇവൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവൻ പറയുന്നത് എല്ലാം കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയണം. അപ്പോൾ മനോഹർ പറയണം, എൻ്റെ പൊന്നു ചേട്ടന്മാരെ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ കള്ളനുമല്ല കൊലപാതകിയല്ല, എൻ്റെ ഒരു അവസ്ഥയാണ്. എന്നിട്ട് മറ്റേ ആളിനോട് പറയണേ, ചേട്ടാ ഞാൻ ചേട്ടൻ്റെ മുറിയിലോട്ട് മനഃപൂർവ്വം കയറി വന്നതൊന്നുമല്ല, ഞാൻ ആ പൈസ കൊടുക്കാനുള്ള ആളിനെ കണ്ട് പേടിച്ചറിയാതെ കയറിപ്പോയതാണ് എന്നിങ്ങനെ പറയണേ. അപ്പോൾ അയാൾ പറയണേ, എടാ എനിക്കെല്ലാം മനസ്സിലായി, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആ പുള്ളിക്കാരൻ കയറി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അത് കണക്ക് ഹെൽമെറ്റിൻ്റെ ആൾ ഹെൽമെറ്റും പിടിച്ച് പറിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ നൈറ്റിയുടെ ഓണർ ആ നൈറ്റി മേടിച്ചങ്ങ് തോളിലിടുകയാണ്. മനോഹറിൻ്റെ നിന്ന് ആ നൈറ്റി ഊരി അയാളുടെ തോളിലങ്ങ് ഇടുകയാണ്. എന്നിട്ട് അയാൾ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് തിരിച്ച് വരികയാണ്. തിരിച്ച് വന്നിട്ട് ചോദിക്കണം, എടാ സത്യം പറയടാ, നിന്നെ അവൾ വിളിച്ചിട്ട് വന്നതല്ലേടാ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ മനോഹർ പറയണേ, അയ്യോ അല്ല എന്ന് പറയണം. അപ്പോൾ പറയണേ, എടാ സത്യം പറ, നിൻ്റെ പേരെന്താണ് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ മനോഹർ പറയണേ, അത് എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു കള്ളത്തരം പറയണമല്ലോ, അങ്ങനെ ഇങ്ങനെ ആലോചിക്കുകയാണ്. സത്യം പറഞ്ഞോളൂ, എന്താടാ നിൻ്റെ പേര്? പറയടാ, എന്താടാ നിൻ്റെ പേര് പറയാൻ നിനക്ക് ഇത്ര ആലോചിക്കേണ്ട സമയം എന്താടാ? എന്തിനാടാ ഇങ്ങനെ പേര് പറയുന്നതിന് ആലോചിക്കുന്നത്? അയ്യോ അത് ആലോചിച്ചതല്ല, ഞാൻ പറയാം. എന്നാൽ പിന്നെ പറ. എൻ്റെ പേര് സുഖേഷ്. എടാ കള്ളുമല്ലേടാ നീ പറയുന്നത്? മഹേഷ് എന്നല്ലേടാ നിൻ്റെ പേര്? അയ്യോ അല്ലല്ല, എൻ്റെ പേര് സുഖേഷ് എന്നാണ്. എൻ്റെ വീട്ടിലുണ്ടല്ലോ എൻ്റെ അച്ഛനും അമ്മ എന്നെ സുഖു എന്നാണ് വിളിക്കുന്നത്. നീ സുഖമായാലും നീ ദുഃഖമായാലും നിന്നെ ഞാൻ വച്ചിട്ടുണ്ടടാ. നീ നേരെ നില്ലേ, നിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ, നിന്നെ ഇനി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അറിയണമല്ലോ, നിൽക്കടാ അവിടെ. അങ്ങനെ മനോഹറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ പറയണേ, നിന്നെ ഞാൻ വച്ചിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ പുള്ളി അങ്ങ് കയറി പോവുകയാണ്. അതേസമയം അയാളുടെ ഭാര്യയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്തരാവോ എന്നറിയാൻ വയ്യാത്ത ആ ഒരു ടെൻഷനിലിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇയാൾ ചെന്നിട്ട് പറയണേ, എടി കയ്യോടെ പിടിച്ചടി, കുറേ നാളുകൊണ്ട് എനിക്ക് നിന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു, എനിക്ക് അറിയായിരുന്നു നിനക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഞാൻ നോക്കി നടന്നതാണ്, ഇന്ന് ഞാൻ അവനെ പിടികൂടി. എന്നിട്ട് എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ നടന്ന കാര്യം അയാൾ നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെ എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത്? എടീ, ഇത് നീയും അവനും കൂടി ചേർന്ന് ഒത്തു കളിച്ച് പറയണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ കരുതിയിരുന്നോടി, എനിക്കിനി കണ്ടവന്മാരെ കൂടെ വിളിച്ച് കയറ്റുന്നൊരു പെണ്ണിനെ വേണ്ട. ഇനി ബാക്കി കാര്യമൊക്കെ നിൻ്റെ അച്ഛനും അമ്മയും കാണട്ടെ, ഞാൻ അവരുടെ കൂടെ പറഞ്ഞോളാം. എടി, നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തുണ്ടല്ലോ 1 രൂപ പോലും സ്ത്രീധനം മേടിക്കാതെ അല്ലേടി നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ഇത്രയും നാൾ നിന്നെ നന്നായിട്ട് പോറ്റി. എന്നിട്ടും ഉണ്ടല്ലോ നിൻ്റെ ഈ അസുഖം ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ നിയമപ്രകാരം ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ പെണ്ണുപിള്ള പറയാണ്,
അയ്യോ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന തരക്കാരിയല്ല. അയാൾ പറഞ്ഞില്ലേ അയാൾ അറിയാതെ കയറി വന്നതാണെന്ന്. നീ കൂടുതൽ എന്നോട് പതിവ്രത ചമയല്ലേ. എടുക്കടി നിൻ്റെ ബാഗും സാധനങ്ങളും, ഇന്ന് തന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് എന്നെ ഉള്ളൂ ബാക്കി കാര്യം എന്നിങ്ങനെ പറയുകയാണ്. അതേസമയത്ത് മനോഹറാണെങ്കിൽ അവിടെ റോഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മനോഹർ വിചാരിക്കുകയാണ്, ഈശ്വര, ഞാൻ എത്രയോ സ്ത്രീകളുടെ പിന്നാലെ പോയിട്ടുണ്ട്, എത്രയോ പേരെ ഞാൻ ചതിച്ചിട്ട് ഓടിയിട്ടുണ്ട്, ഇന്ന് വരെ എനിക്ക് ഒരെണ്ണത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ മനസ്സറിയാതെ ഉള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്കിഷ്ടം പോലെ കിട്ടി. എൻ്റെ ഈ അവശത മാറണമെങ്കിൽ ഇനി കുറേ ദിവസം എടുക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവനാണെങ്കിൽ ഒടുക്കത്തെ സംശയരോഗി. ഇങ്ങനെയുള്ളൊരു സംശയരോഗിയുടെ കൂടെ ആ പെണ്ണ് എങ്ങനെ കഴിയുന്നോ എന്തോ. ഒന്ന് ട്യൂൺ ചെയ്തിരുന്നെങ്കിൽ അവൾ ഒരു പക്ഷേ നേരെ എനിക്കൊപ്പം വന്നേനെ, ഒന്ന് വളച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റിയായിരുന്നേനെ. കാരണം ഇത്രയും സംശയം രോഗിയായ ഒരുത്തൻ്റെ കൂടെ അവൾ എങ്ങനെ ജീവിക്കാനാണ്? ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പെട്ടെന്ന് തന്നെ മനോഹർ ആലോചിക്കണം, അയ്യോ വേണ്ട, ചിലപ്പോൾ ഇനി ഇതിനപ്പുറമുള്ള ഇടി കിട്ടും, അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട, അത് പെൻഡിങ്ങിൽ വെച്ചേക്കാം, എവിടെയെങ്കിലും വെച്ച് കിട്ടുമെങ്കിൽ വളയ്ക്കാൻ നോക്കാം എന്നിങ്ങനെ മനോഹർ വിചാരിക്കുകയാണ്. അതിനുശേഷം മനോഹറിന് നടക്കാനൊന്നും വയ്യ. പുള്ളിക്കാരൻ ഇങ്ങനെ അയ്യോ അയ്യോ എന്നൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഷോൾഡറിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അയ്യോ അയ്യോ വിളിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പുള്ളി നേരെ പുള്ളിയുടെ കാറിൽ കയറുകയാണ്. കാറിൽ കയറിയിട്ട് ഡ്രൈവർ സീറ്റ് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് വിചാരിക്കുന്നു, ഓ ഈശ്വര, എൻ്റെ നടുവും മുതുവും പുറവും അത്രയും വേദനയാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത്? ഭാഗ്യം പോലെ അവന്മാർ മുഖത്തൊന്നും ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഇനി മോളും അറിയത്തുമില്ല. മുഖത്തടി കൊണ്ടിരുന്നെങ്കിൽ അടയാളം വരുമ്പോൾ ഞാൻ സരയുവിനോട് എന്ത് പറയുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സരയു ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട്, ഈ മനുവേട്ടന് ഇത് എവിടെ പോയതാ? മനുവേട്ടന് വയറ്റിന് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു, അതാ മനുവേട്ടൻ ഇത്രയും നേരമായിട്ട് വാഷ്റൂമിൽ നിന്ന് വരാത്തത്, കഷ്ടം തന്നെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സരയും ഇരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ ആ ഹസ്ബൻഡും വൈഫും കൂടി ഇറങ്ങി വരികയാണ്. അവർ റിസപ്ഷൻ്റെ ഭാഗത്തെത്തി, രണ്ടുപേരും കയ്യിലൊക്കെ ബാഗും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ റിസപ്ഷൻ്റെ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ പറയണേ, അയ്യോ സാറേ, ഈ ബാഗൊക്കെ ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ച് തരാം. വേണ്ടടോ, നിൻ്റെയൊക്കെ ഒരു സഹായവും വേണ്ട. നിൻ്റെയൊക്കെ ഈ ഇവിടെ നടക്കുന്നതുണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെയൊക്കെ കൂട്ടിക്കൊടുപ്പും സംഭവങ്ങളൊക്കെ അല്ലേ ഇവിടെ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അയ്യോ സാറ് ഇതെന്താ ഈ പറയുന്നത്? നമ്മുടെ ഹോട്ടലിൽ എങ്ങനെയൊന്നുമില്ല. താൻ കൂടുതലൊന്നും പറയണ്ട, തന്നെയൊക്കെ ഞാൻ റേഡിയിൽ പിടിപ്പിക്കുന്നുണ്ട്. എടി എന്തോന്നടി വാങ്ങി നോക്കി നിൽക്കുന്നത്? കയറി വാടി ഇങ്ങോട്ട്. അവൾ വായി നോക്കി നിൽക്കുന്നു എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഭാര്യയും കൊണ്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ മനോഹർ ഇങ്ങനെ കാറിൽ ഇരുന്നിട്ട് സൈഡ് ഗ്ലാസ് ഇങ്ങനെ താത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മനോഹർ നോക്കുമ്പോൾ കാണുന്നത് അവർ ഭാര്യയും ഭർത്താവും കൂടെ വരുന്നത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ മനോഹർ ഗ്ലാസ് പിടിച്ചങ്ങ് നേരെ ഇടുകയാണ്. എന്നിട്ട് മനോഹർ വിചാരിക്കണം, ഈശ്വര, ഇവരുടെ കണ്ണിൽ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്ക എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം സരയുവിനെ മനോഹർ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് സരയു ഫോൺ എടുക്കുകയാണ്. മനുവേട്ടൻ ഇപ്പോൾ വയറ്റിന് എങ്ങനെയുണ്ട് മനുവേട്ട? വയറുവേദനയൊക്കെ കുറഞ്ഞോ? എൻ്റെ പൊന്നു മോളും, അതൊന്നും പറയണ്ട, അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ്. മോളും ഒരു കാര്യം ചെയ്യും, മോളും ഇങ്ങ് പോര്. അയ്യേ, വാഷ്റൂമിലോ? വാഷ്റൂമിലല്ല മോളെ, ഞാനിവിടെ നമ്മുടെ കാറിലുണ്ട്, നീ അങ്ങോട്ട് വാ. മനുവേട്ടൻ എങ്ങനെയാ കാറിലെത്തിയത്? ഞാൻ കണ്ടില്ലല്ലോ. എൻ്റെ മോളെ, അതൊക്കെ പറയാം, നീ കാറിലോട്ട് വാ. അങ്ങനെ നമ്മുടെ സരയു കാറിൽ വരികയാണ്. അങ്ങനെ കാറിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കണം, മനുവേട്ടൻ എന്താ ഇവിടെ കാറിലിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോഴാണ്, അയ്യോ അങ്ങനെയൊന്നും പിടിക്കല്ലേ മോളൂ. എന്ത് പറ്റി മനുവേട്ടൻ കുറച്ച് മുമ്പ് വരെ കഴിക്കുന്ന ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പിന്നെ എന്താ പറ്റിയത് പെട്ടെന്ന്? എൻ്റെ മോളു, അതൊക്കെ ഞാൻ പറയാം. മോളു അവിടെ ഇരുന്ന സമയത്ത് ഒരു നൈറ്റി ഇട്ട ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടില്ലേ? കണ്ടായിരുന്നു, ഒരു സ്ത്രീ ഓടിപ്പോണുണ്ട്. എൻ്റെ പൊന്നു മോളു, അത് സ്ത്രീയൊന്നും അല്ലായിരുന്നു, പിന്നെ ആരാ? ഞാൻ അയാളുടെ പിറകെയായിരുന്നു. അയാളോ? അതേ മോളു, ഒരു മോഷണക്കാരനായിരുന്നു. അവിടെ കയറി ഒരാളുടെ ഹെൽമെറ്റ് മോഷ്ടിച്ചു. അങ്ങനെ ഞാൻ അയാളുടെ പിന്നാലെയായിരുന്നു. ഞാൻ വിടോ? അങ്ങനെ തമ്മിൽ വലിയ യുദ്ധം തന്നെ നടന്നു. പിന്നെ നമ്മൾ എത്ര അടി കൊടുത്താലും തിരിച്ചും കിട്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഒന്നും രണ്ടും ഒക്കെ കിട്ടി. അതെ, കുറച്ച് പണ്ടത്തിൽ നടുവിലും മുതുവിലും ഒക്കെ ആയിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി വേദന കൂടുതല ശരീരത്തിന്. അപ്പോൾ ഉടനെ പറയണു, ആണോ മനുവേട്ടന് വല്ല കാര്യം ഉണ്ടായിരുന്നു? അങ്ങനെ അല്ല മോളൂ, അങ്ങനെ പറയല്ലേ. നമ്മുടെ കൺമുന്നിൽ ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എതിർക്കണം. നമ്മളെ ജീവൻ പോയി ചത്താലും നമ്മളതിനെ എങ്ങനെയെല്ലാം പ്രതിരോധിക്കാൻ പറ്റുമോ നമ്മളത് ചെയ്തിരിക്കണം. ഞാനും അത് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടേ എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ ശരീരത്തിനൊക്കെ നല്ല വേദനയും ചതവൊക്കെ ഉണ്ട്.
അത് സാരമില്ല മനോട്ടാ, വീട്ടിൽ ചെല്ലുമ്പോഴേ നമുക്ക് ചൂടുവെള്ളം വെച്ച് ആവി പിടിക്കാം. അത് തന്നെ ചെയ്യാൻ മോളൂ. അതേ സമയത്ത് ഹെൽമറ്റും കൊണ്ട് ആൾ ഇറങ്ങി വരുന്നത് കാണുകയാണ്. പെട്ടെന്ന് മനോഹർ വിചാരിക്കുകയാണ്, ഈശ്വര ഹെൽമറ്റുകാരനും വരുന്നു, ഇനി ഇത് വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഇനി ആകെ പ്രശ്നമാവൂലേ, ഇനി അയാൾ നേരെ ഇങ്ങോട്ടങ്ങനെ വരുമോ. അപ്പോൾ തന്നെ മനോഹർ പറയണം, മോളു ആ ഹെൽമെറ്റിൻ്റെ കേസില്ലേ, അകത്തുനിന്ന് ഇറങ്ങിപ്പോയോ ഹെൽമെറ്റ് എടുത്തു. പിന്നീട് അവിടെ ആകെ അടിപിടിയായിരുന്നു. പിന്നെ എന്തായാലും ഹെൽമെറ്റ് എനിക്ക് തിരിച്ച് മേടിച്ചു കൊടുക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അപ്പോൾ നമ്മുടെ സരയി പറയാണ്, മനുവേട്ടാ, ശിവദാസനങ്കിളിൻ്റെ മകളില്ലേ നിഷ, ആ കുട്ടിയെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ കണ്ടു. ഏത് ശിവദാസനങ്കിളിൻ്റെ? അന്ന് കല്യാണം പറയാനായിട്ട് വന്നതേ, ഡാഡിയുടെ ഫ്രണ്ട്. പിന്നെ കല്യാണത്തിന് ഞാൻ പോയില്ലല്ലോ. ആ കുട്ടിയോ? എനിക്കറിയില്ല മോളെ, എനിക്ക് അവരെയൊന്നും അറിയില്ല. എന്നാലേ മനുവേട്ടാ, എനിക്ക് അവളാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, ഒരു വട്ടം കണ്ടിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ അവളോട് മിണ്ടാനൊന്നും നിന്നില്ല. നന്നായി മോളെ, നന്നായി. അതെന്താ മനുവേട്ടാ? അല്ല, നമുക്കിപ്പോൾ ആവശ്യമില്ലാതെ എല്ലാവരുടെയും ബന്ധം പുതുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദീപ നല്ല കസവ് സാരിയൊക്കെ കൊടുത്ത് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വരികയാണ്. അപ്പം നമ്മുടെ കല്യാണി ചോദിക്കുകയാണ്, അമ്മ ഇതെവിടെ പോവുക രാവിലെ? മോള് നാളെ പോവുമല്ലേ, അവാർഡ് ദാനത്തിൻ്റെ ഇതിനൊക്കെ ആയിട്ട് ഡൽഹിയിലേക്ക് പോവുമല്ലേ, അതുകൊണ്ട് അമ്മ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് വഴിപാടുകളൊക്കെ നടത്തണം. അമ്മ പോകുമ്പോൾ കിരണേട്ടനും കൂടി വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ അമ്മേ. എൻ്റെ മോളെ, അത് നീ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അമ്മയ്ക്കത് അറിയില്ലേ? അമ്മ, കിരണേട്ടന് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ അമ്മേ. എന്നോട് പോവാനൊക്കെ കിരണേട്ടൻ പറയുന്നുണ്ടെങ്കിലും കിരണേട്ടൻ്റെ മനസ്സിന് നല്ല വിഷമമുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം അമ്മേ. അപ്പോൾ ഉടനെ നമ്മുടെ ദീപ പറയാണ്, അതേ മോളെ, നിങ്ങൾ 2 ശരീരമാണെങ്കിലും ഒരു മനസ്സല്ലേ, അപ്പോൾ അങ്ങനെ വിഷമം കാണാതിരിക്കുമോ? പിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് എല്ലാവർക്കും അസൂയ തോന്നും. ആ രീതിയിലല്ലേ നിങ്ങളുടെ ജീവിതം. നിങ്ങളെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തെ അസൂയയോടുകൂടി മാത്രമേ കാണാൻ പറ്റൂ. എന്തിനാ കൂടുതൽ പറയുന്നത്? അമ്മയായ എനിക്ക് പോലും നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ അസൂയയാണ് തോന്നുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ വളരെ ചെറുപ്പപ്രായത്തിലായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞ് കാദംബരി ജനിക്കുന്നത് വരെ എനിക്ക് സമാധാനമായ ഒരു ജീവിതമായിരുന്നു. പിന്നീട് ജനിച്ചത് 2 പെൺകുട്ടികളായി കഴിഞ്ഞപ്പോൾ പ്രകാശേട്ടൻ്റെ സ്വഭാവം മാറി. പിന്നീട് ഒരു മനസ്സമാധാനവും ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ മനസ്സമാധാനത്തെ എന്നെ ദ്രോഹിച്ചപ്പോൾ കിട്ടിയതിനേക്കാളേറെ എനിക്ക് മനസ്സമാധാനക്കേട്, എൻ്റെ വിഷമം അത്രയും എൻ്റെ പെൺമക്കളെ അങ്ങേര് കൂടുതൽ അവഗണിച്ചത് കണ്ടപ്പോഴായിരുന്നു. പിന്നെ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല മോളെ. ഞാൻ ഇപ്പോഴുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയെന്ന് വെച്ചാൽ അങ്ങേരെ മോനും മൂലം മറ്റുള്ളവർക്ക് ഇനിയെങ്കിലും വിഷമം ഉണ്ടാവരുതേന്നാണ്. അപ്പോൾ കല്യാണി പറയണം, എൻ്റെ അമ്മേ, ഇപ്പോഴുണ്ടല്ലോ എൻ്റെ അച്ഛനെന്ന് പറയുന്നത് അയാൾ എവിടെയോ പോയി എന്തോ കൊത്തിയിട്ടുണ്ട് എന്നുവെച്ചാലേ അത്രയ്ക്കുണ്ട് അങ്ങേരെ അഹങ്കാരം. ഇപ്പം എവിടെന്നോ എന്തോ 10 പുത്തം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഇപ്പം നടക്കുന്നതൊക്കെ ആ രീതിയിലാണ്. അതിൻ്റെ അഹങ്കാരവും ഉണ്ട് അങ്ങേർക്ക്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദീപ പറയണേ, എൻ്റെ മോളെ, എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും എല്ലാം ഇനിയെങ്കിലും ഈ അച്ഛനും മോനും വഴി മറ്റുള്ളവർക്കൊന്നും ഒരു ഉപദ്രവം ഉണ്ടാവരുതേ എന്നിങ്ങനെ പറയണം. അയാളുടെ ചതിയിൽ ഇനിയെങ്കിലും ആരും വീഴരുതേ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ആഗ്രഹവും. മോളെ, ഞാൻ എന്തായാലും ക്ഷേത്രത്തിൽ പോവുകയല്ലേ, അന്നദാനമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ദീപ പോവുകയാണ്. നമ്മുടെ കല്യാണി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും ഇന്നത്തെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. നല്ല സൂപ്പർ എപ്പിസോഡായിരുന്നു. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റുകൾ വരട്ടെ. കമൻറ്റുകൾ വന്നാലല്ലേ നമുക്കറിയാൻ പറ്റുന്നുള്ളൂ നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ വീഡിയോകൾ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.